ഡിബേറ്റ് വിത്ത് മാധു സജി. പിള്ളേര് പട്ടിണി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ, പറഞ്ഞത് പുറത്തു പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ എന്തു ചെയ്തു കളയുമെന്നാണ്. നിങ്ങൾ ഇതിനെ എന്തിനായി കാണിക്കുന്നതൊക്കെ എനിക്കറിയാം. അതിവിടെ നടക്കുകയല്ല, അതിവിടെ നടക്കുകയല്ല, അതിവിടെ നടക്കുകയല്ല. ഇത് ചങ്ങനാശ്ശേരിയാ, ഇത് ചങ്ങനാശ്ശേരിയാ. അതിവിടെ നടക്കുകയല്ല, അത് നടക്കുകയല്ല. ഭക്ഷണം അത് ഞങ്ങൾ ചെയ്തോളാം, അത് ഞങ്ങൾ ചെയ്തോളാം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അതിവിടെ വേണ്ട കേട്ടോ. ഇന്നലെ ഒന്നും ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കണ്ട. ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. എന്ന വിനു ജോബ് സാറേ, ചങ്ങനാശ്ശേരിയും പാലായും മീനച്ചിലും ഈരാറ്റുപേട്ടയും ചേരുന്ന കോട്ടയത്തിനും കോട്ടയമടക്കം ജില്ലകളുള്ള കേരളത്തിനും പൊതുവായി ഒരു നിയമവാ. ആറ്റിപ്രാക്കൽ ജിമ്മികളി ആറ്റിന്ന് വെള്ളം ഇറങ്ങിയിട്ട് മതി. മൂക്കിന് കൈ ചൂണ്ടി ചിരിച്ചോണ്ട് ഭീഷണിപ്പെടുത്തുന്ന സുന്ദരവില്ലൻ റോള് കെട്ടിയാടാൻ ഇവിടെ കൊട്ടകയൊന്നും തുറന്നു വെച്ചിട്ടില്ല. മുഖ്യമന്ത്രി നേരിട്ട് ഏകോപിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാം സെറ്റാണെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. MLA-മാരെ ഏകോപന യോഗത്തിന് വിളിക്കാത്തത് പണി മര്യാദയ്ക്ക് നടക്കാനാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ പണിയെടുത്തിട്ട് തിളയ്ക്കണം അരി. വിവാദങ്ങൾക്ക് വിശദമായ മറുപടി പറഞ്ഞുവെന്നും ഇനി പറയാനില്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. പറഞ്ഞപ്പോൾ പറഞ്ഞത് മുമ്പ് പറഞ്ഞതുമല്ല. ആരെ കാണാനാണ് എന്നതിന് ആ രഹസ്യം എന്നോടുകൂടി എന്ന മട്ടാണ്. ചോദ്യം ഇതാണ്: ദുരിതം സർക്കാരിനോ? ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികളുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM-ൽ നിന്ന്, ശ്രീ നിജേഷ് അരവിന്ദ് കോൺഗ്രസിൽ നിന്ന്, ജോർജ് പൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ബിജി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ നിജേഷ് അരവിന്ദ്, അങ്ങേക്ക് കേൾക്കാമോ? അങ്ങേക്ക് കേൾക്കാമോ? ഓക്കെ. ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോ നമ്മുടെ നാട്ടിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തമുണ്ടാകുന്നു. നമ്മൾ ദുരന്തബാധിതരെ രക്ഷിക്കാൻ വേണ്ടി, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ വേണ്ടി ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസവും മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏത് ക്യാമ്പിൽ എന്നതടക്കം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. സർ, ഇന്നിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുമായി ബന്ധപ്പെട്ട് വലിയ പരാതി ഉണ്ടായി. നമ്മൾ 4-5 ആളുകളുടെ പരാതി ഈ ചർച്ചയുടെ തുടക്കത്തിൽ കാണിച്ചു. അങ്ങനെ ഒരു പരാതി സ്ത്രീകളടക്കം, കുട്ടികളും അടുത്തുള്ള സ്ത്രീകളടക്കം ഉന്നയിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പരാതി പരിശോധിക്കാൻ ആവശ്യമായ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടല്ലോ. ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വില്ലേജ് ഓഫീസിൻ്റെ സ്വാഭാവികമായിട്ട് ചുമതല കൊടുക്കും. അവിടെ പൊതുപ്രവർത്തകർ ആ വിഷയത്തിൽ ഇടപെടും. അങ്ങനെ സർക്കാരും പൊതുപ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ പെട്ടെന്നുണ്ടാവുന്ന, കാരണം ദുരിതാശ്വാസ ക്യാമ്പ് ഉദ്ഘാടനം വെച്ച് തുടങ്ങുന്നതല്ലല്ലോ, പെട്ടെന്നുണ്ടാവുന്ന ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്. അതങ്ങനെ കൊണ്ടുപോവുകയുമാണ് ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വേണ്ടത് സാങ്ഷനാണ്, അത് ചെലവഴിക്കാനുള്ള അനുമതിയാണ്, ഇന്നത്തെ കാര്യങ്ങൾ വാങ്ങാനുള്ള അനുമതിയാണ്. സർക്കാർ ആ അനുമതി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ അനുമതി സർക്കാർ കൊടുത്തിട്ടുണ്ട്. നടപ്പിലാക്കാനുള്ള സിസ്റ്റം അവിടെയുണ്ട്. പരാതിയുണ്ട് എങ്കിൽ ആ പരാതി പരിഹരിക്കാനുള്ള ഒരുപാട് സിസ്റ്റവും ഉണ്ട്. അത് കൃത്യമായി നടന്നു പോകുന്നു. ആർക്കെങ്കിലും പരാതി വന്നു കഴിഞ്ഞാൽ പരാതി പറയുന്നത് തെറ്റാണ് എന്ന അഭിപ്രായമൊന്നുമില്ല. പരാതി വന്നു കഴിഞ്ഞാൽ പരാതി പറയണം, അതിനെ അഡ്രസ്സ് ചെയ്യണം, പരിഹരിക്കണം, മുന്നോട്ട് പോകണം. അത്രയേ ഉള്ളൂ. പരാതി ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട ചില പരാതികളെ പറ്റിയൊക്കെ നിങ്ങളും ഞാനും ഒക്കെ കണ്ടതുമാണ്. അപ്പോൾ പരാതികൾ വരട്ടെ, അതിന് പരാതി ഇല്ലാതെ നോക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് ക്യാമ്പുകൾ. ഇപ്പോൾ ചില ക്യാമ്പുകൾ തുടങ്ങി, ആ ക്യാമ്പിലേക്ക് വെള്ളം കയറിയാൽ അടുത്ത ക്യാമ്പിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ പരിഹരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്രം, നാടിൻ്റെ ചരിത്രം. അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും മോശമാണ്, എല്ലായിടത്തും പ്രശ്നമാണ് എന്നൊരു ആഖ്യാനം രൂപീകരിക്കേണ്ടതുണ്ടോ എന്ന് അത് പറയുന്ന ആളുകൾ ചിന്തിക്കുക. കേരളത്തിലെ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. മുന്നോട്ട് ഭാവിയിലേക്ക് ഇത് വരാതിരിക്കാൻ നമ്മൾക്ക് മനുഷ്യസാധ്യമായിട്ട് എന്തെല്ലാം ചെയ്യാം എന്നുള്ള കാര്യത്തെപ്പറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്രേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇപ്പോൾ ശ്രീ നിജേഷ് അരവിന്ദ്, അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യം കൃത്യമായി നടന്നു പോകുന്നുണ്ട് എന്നതാണ്. കൃത്യമായി നടക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് 200-ലധികം ദുരിതാശ്വാസ കേന്ദ്രങ്ങളുണ്ട്. ഇതിൽ പൊതുവായി എല്ലായിടത്തും പ്രശ്നമാണെന്നൊരു ആഖ്യാനം ആരുണ്ടാക്കുന്നുണ്ട് എങ്കിലും അത് വാസ്തവ വിരുദ്ധമാണ്. അങ്ങനെ ഒരു നിലപാട് എനിക്കുമില്ല,
ഈ സ്ഥാപനത്തിനുമില്ല. അപ്പോൾ എവിടെയെങ്കിലും പക്ഷേ അത്തരത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണമെന്ന നിലപാട് എനിക്കുമുണ്ട്, ഈ സ്ഥാപനത്തിനുമുണ്ട്. അതുകൂടി പറഞ്ഞു പോകണമല്ലോ. അപ്പോൾ ഇതിന്റെ ഏകോപന ചുമതല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെയും ഏകോപന ചുമതല MLA-മാർക്കാണ് എന്ന് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. അപ്പോൾ MLA-മാരോട് സ്വാഭാവികമായും ചോദിക്കാം. ഇനിയിപ്പോൾ നോക്കൂ, കൃത്യമായത് നടന്നു പോകുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ ശരിയാണ്, ദുരിതാശ്വാസ ക്യാമ്പ് ഉദ്ഘാടനം നടത്തിയല്ല പോകുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്ര സമയമെടുക്കണം എന്നൊന്നുണ്ടല്ലോ. ഈ ക്യാമ്പ് തലേ ദിവസം തുടങ്ങിയതാണ്. അവിടെ രാവിലെ ഭക്ഷണം വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സർ, ഉച്ചയ്ക്ക് 1:30-ക്ക് ശേഷമാണ് അവിടെ, അതായത് രാവിലെ ഒന്നും കഴിക്കാൻ കൊടുത്തിട്ടില്ല, ഉച്ചയ്ക്ക് 1:30 ഒന്നും കഴിക്കാൻ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഉദ്ഘാടനം നടത്തി വേണോ വിളമ്പാൻ? ചില ഒറ്റപ്പെട്ട വിഷയങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ച് കേരളത്തിലെ ജനങ്ങളോട് മൊത്തമായിട്ട് ക്യാമ്പുകളിലാകെ പ്രശ്നമാണ് എന്ന് പറയാൻ ആർക്കും സാധിക്കും. അവിടെ പരിഹാരമുണ്ടായോ? ഇനി ലേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ആ ലേറ്റായ വിഷയത്തെപ്പറ്റി അന്വേഷിച്ച് നാളെ അത് വൈകാതെ നോക്കുക. ലേറ്റ് ആകുന്നതിൽ മനഃപൂർവമായ അലംഭാവം ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കുക. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇപ്പം ഞാനൊരു ജനപ്രതിനിധിയായി നിന്ന ആളാണ്, പൊതുപ്രവർത്തകനായി നിന്ന ആളാണ്. എൻ്റെ വാർഡിനകത്ത് ഒരുപാട് തവണ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കേണ്ടി വന്നിട്ടുണ്ട്. ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങളങ്ങ് ആരംഭിക്കും, പിന്നീട് അതിന് സർക്കാരിൻ്റെ സഹായം വരും. ആ സർക്കാരിൻ്റെ സഹായം വന്നാൽ പൊതുപ്രവർത്തകർ ഒരുമിച്ച് കക്ഷി രാഷ്ട്രീയമില്ലാതെ ജാതിമത ഭേദമന്യേ അല്ലാതെ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുകയാണ് ചെയ്യുക. ഞാൻ താങ്കൾക്ക് വ്യക്തിപരമായിട്ടോ താങ്കളുടെ സ്ഥാപനങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ അജണ്ടയുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. അത് തൽക്കാലം എനിക്ക് നോക്കേണ്ട കാര്യവുമില്ല, ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാനുമില്ല. ഇപ്പോൾ മഴ ഏകദേശം ഒന്ന് അടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിലെ ആളുകൾ ഒരു സുരക്ഷിതാവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനെ ഇപ്പോൾ പെട്ടെന്നുണ്ടായ സാഹചര്യത്തിനെയും നമുക്ക് ഫേസ് ചെയ്യണം. നാളുകളിൽ വരാൻ പോകുന്ന സാഹചര്യത്തിനെയും നമ്മൾ ഫേസ് ചെയ്യണം. മാധ്യമങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ അവകാശത്തിനെയൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പുറത്ത് സിസ്റ്റത്തിനുണ്ട്. വില്ലേജ് ഓഫീസ് മുതൽ താലൂക്ക് ഓഫീസ് മുതൽ ജില്ലാ കളക്ടർ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങേക്ക് ഭൂതകാലത്തെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നിരന്തരം കോൺഗ്രസ്, അതായത് പ്രതിപക്ഷം, വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കഴിഞ്ഞ സർക്കാർ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നു എന്ന വലിയ വിമർശനം 10 വർഷം ഉന്നയിച്ചവരാണ് കോൺഗ്രസ്. സാർ, ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ വീഴ്ചയുണ്ടാകുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് ലഘൂകരിച്ച് കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് ഈ ചർച്ചയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, സംസ്ഥാനത്ത് എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഈ സ്ഥിതി ഉണ്ട് എന്ന ഒരു അഭിപ്രായം ഈ ചർച്ചയ്ക്കോ ഇല്ല, എനിക്കോ ഇല്ല, എൻ്റെ സ്ഥാപനത്തിനോ ഇല്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. ഇനി എൻ്റെ പ്രൊഡ്യൂസർ ശ്രീ വിനു ജോബിൻ്റെ പ്രതികരണം ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്യൂ. നിങ്ങൾ ഇതിനെ എന്തിനായി കാണിക്കുന്നതൊക്കെ എനിക്കറിയാം. അതിവിടെ നടക്കുകയല്ല, അതിവിടെ നടക്കുകയല്ല, അതിവിടെ നടക്കുകയല്ല. ഇത് ചങ്ങനാശ്ശേരിയാ, ഇത് ചങ്ങനാശ്ശേരിയാ. അതിവിടെ നടക്കുകയല്ല, അത് നടക്കുകയല്ല. ഭക്ഷണം അത് ഞങ്ങൾ ചെയ്തോളാം, അത് ഞങ്ങൾ ചെയ്തോളാം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അതിവിടെ വേണ്ട കേട്ടോ. ഇന്നലെ ഒന്നും എവിടെ ഉണ്ടാക്കണ്ട. ശരി മതി. ശ്രീ നിജേഷ് അരവിന്ദ്, അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് 1:30-ക്ക് ശേഷമാണ് റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്യുന്നത്. 1:30-ക്ക് ശേഷമാണ്. 1:30 എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന 2 നേരങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ആ വിവരം അറിഞ്ഞു വന്ന MLA അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിക്കുക അല്ലേ വേണ്ടത്? എന്തുകൊണ്ട് ഭക്ഷണം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ഭാഷയിൽ അതിന്റെ ക്യാമ്പ് ഓഫീസറോ ഉത്തരവാദിത്തപ്പെട്ട ആരോ അവരോട് അത് ചോദിക്കുകയല്ലേ വേണ്ടത്? മാധ്യമപ്രവർത്തകരോട് ഇത് ചങ്ങനാശ്ശേരിയാ എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ എന്തോ ചെയ്തു കളയും എന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് ഇതൊക്കെ ചെയ്തു. കോൺഗ്രസ് ഭൂതകാലത്തെ ഓർമ്മിക്കണം. കോൺഗ്രസ് 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനതയോട് സംവദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനത 10 വർഷം കഴിഞ്ഞപ്പോൾ വളരെ മാന്യമായ ഭൂരിപക്ഷം നൽകി ഈ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ 10 വർഷകാലം ഭൂതകാലം മോശമാണ് എന്നൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല. 10 വർഷക്കാലത്തെ പ്രവർത്തനത്തിന് കിട്ടിയ ഭൂതകാലത്തെ ചെറിയ വിഷയങ്ങളാണെങ്കിലും ഉയർന്നപ്പോൾ അതിലെ മാനുഷികതയും ധാർമ്മികതയും ചൂണ്ടിക്കാണിക്കാതെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. മാധു എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് ഭൂതകാലത്തെ പറ്റി ഓർമ്മയുണ്ടോ എന്നാണ്. എനിക്ക് വളരെ വ്യക്തമായ ഓർമ്മയുണ്ട്. ഈ ഗവൺമെന്റ് ഒരു ബുദ്ധിമുട്ടുമില്ല, അതൊന്നുമല്ല. ഒറ്റപ്പെട്ട സംഭവം എന്ന് കേൾക്കുമ്പോൾ അങ്ങാണ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം എന്ന്.
അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞു 200-ലധികം ക്യാമ്പ്. അല്ല, 465 ക്യാമ്പുണ്ട്. ഈ 465 ക്യാമ്പ് ഇന്ത്യ രാജ്യത്ത് സംസ്ഥാനത്ത് മൊത്തമായിട്ടുള്ളതാണ്. ഒരുപാട് ആയിരങ്ങൾ അവിടെയുണ്ട്. അവിടെ ഒരു സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ട് വന്നാൽ, ഇന്നലെ 2 ദിവസം മുമ്പ് ക്യാമ്പ് തുടങ്ങിയ ദിവസം തന്നെ മറ്റൊരു സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ പണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായേനെ എന്ന് പറഞ്ഞു. വൈകുന്നേരം അതേ സ്ത്രീയോട് വീണ്ടും ചോദിച്ച സമയത്ത് പറഞ്ഞു അതൊക്കെ ബിജിലി മോൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. നമ്മൾ കേട്ടിട്ടുണ്ട്. ബിജിലി മോൻ ആരാ? CPM ഏരിയ കമ്മിറ്റി അംഗമാണ്. ആ ബിജിലി മോൻ ഇന്നലെ വീണ്ടും പത്രസമ്മേളനം നടത്തിയതും എന്റെയും മാധുവിന്റെയും മുന്നിലുണ്ട്. ഏതൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു പറഞ്ഞു എന്നല്ല പറയുന്നത്. അപ്പോൾ ആ തരത്തിലെ ഇവന്റ് മാനേജ്മെന്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ നാട്ടിലാണ് പിണറായി വിജയന്റെ ജാഥ വന്നപ്പോൾ ബാലുശ്ശേരിയിലാണ് ഒരു പാവപ്പെട്ട ഒരാളെ കൊണ്ട് പറയിപ്പിച്ചത്, ഇതെനിക്ക് പെൻഷൻ കിട്ടുന്നില്ല ഇന്നതാണ് എന്ന്. പിറ്റേ ദിവസം അദ്ദേഹം തുറന്നു പറഞ്ഞു, അത് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില നാടകങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയുടെ MLA സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പ്രദേശത്ത് വെള്ളം കയറിയപ്പോൾ ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് സഞ്ചരിക്കുന്ന ആളായിരിക്കണം. അങ്ങനെ ഓരോ സ്ഥലത്തും കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലയിടത്ത് നിങ്ങൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ആ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇത് ചങ്ങനാശ്ശേരിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായി നടന്നു പോകുന്നു എന്ന ആത്മവിശ്വാസം, എനിക്ക് ആ വിഷയത്തെ പറ്റി അറിയില്ല, ആത്മവിശ്വാസത്തിലായിരിക്കും അദ്ദേഹം സംസാരിച്ചത്. എനിക്കറിയില്ല. ഈ പറയുന്ന പത്തനംതിട്ടയിലെ ആ വയോധികയായ സ്ത്രീയുടെ പ്രതികരണം ഇന്നലെ ഈ ചർച്ചയിലും അതിനുശേഷം മീറ്റ് ദ എഡിറ്റേഴ്സിലും ഉന്നയിച്ച ഒരാളാണ് ഞാൻ. അതായത് 2 അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇതിനെ എല്ലാ കാര്യങ്ങളെയും യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്. 2 അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകയാണ് ഞാൻ. അങ്ങേക്ക് എങ്ങനെയാണ് ചങ്ങനാശ്ശേരിയിലെ ഇന്നത്തെ ഈ സംഭവത്തെ, അവിടെ എല്ലാം നടക്കുന്നുണ്ട് എന്നൊരു ആത്മവിശ്വാസം MLAക്ക് ഉണ്ട് എന്ന് പറയുന്നത്? അദ്ദേഹം ആ ക്യാമ്പിലേക്ക് എത്തുന്നത് രാവിലെ വന്നോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആ ക്യാമ്പിലേക്ക് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടെത്തുന്നത് ഉച്ചയ്ക്ക് 1:30-ക്ക് ശേഷമാണ്. 1:30-ക്ക് ശേഷം വരെ ആ ക്യാമ്പിൽ ഭക്ഷണം കിട്ടിയിട്ടില്ല. അതിനെ എങ്ങനെയാണ് അങ്ങ് നാടകം എന്ന ആ സംഭവത്തെക്കുറിച്ച് വിളിക്കുന്നതാണോ അതോ ഇത്തരം പ്രവണതകളെ വിളിക്കുന്നതാണോ എന്ന് പറയുന്നില്ല. ഞാൻ അങ്ങനെ ആരോപിക്കാനും തയ്യാറല്ല. അവിടെ ഉന്നയിച്ച കുഞ്ഞുങ്ങളെ ഒക്കത്തെടുത്തുകൊണ്ട് പറഞ്ഞ സ്ത്രീകളെ ആ നിലയ്ക്ക് കാണരുത്. ഞാൻ ഒരിക്കലും ചങ്ങനാശ്ശേരിയിലെ പ്രശ്നത്തെ നാടകം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കേരളത്തിൽ കുറച്ച് നാടകങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി സംവിധാനം ചെയ്യുന്ന ആളുകളുണ്ട്, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. എഡിറ്റേഴ്സ് പറഞ്ഞു എന്നുള്ളതിനെ പറഞ്ഞു. അല്ല, പറയേണ്ടതുണ്ട്. എന്തുകൊണ്ട് പറയേണ്ടതില്ല? ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട്. കേരളത്തിലെ ഭരണ സംവിധാനം ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് 400-ലധികം ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അവിടെ എല്ലാത്തിനും ആവശ്യമായ അനുമതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും പാളിച്ച വന്നാൽ അതിനെ അഡ്രസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പരിഹാരം ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട് എങ്കിൽ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് പരാതി വന്നാലും അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ സിസ്റ്റത്തിനുണ്ട്. ഞങ്ങൾ അത് പറയും. വിമർശിക്കുക തന്നെ ചെയ്യും. ഇനി 100-400 ക്യാമ്പുകളിൽ എല്ലാം സുഭിക്ഷമാണ്, ഞാൻ സമ്മതിച്ചു സാർ. പക്ഷെ ചങ്ങനാശ്ശേരി ക്യാമ്പിൽ 2 നേരം ഭക്ഷണം ഇല്ലെങ്കിൽ അത് പറയണ്ടേ നിജേഷ്? അല്ല, മാധു പറയുന്നതിനെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നിങ്ങളാണ് ശരിയെന്നും നിങ്ങളുടെ മീറ്റ് എഡിറ്റേഴ്സിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അത് വിശ്വാസം തോന്നില്ല. കാരണം കേരളത്തിൽ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്നതാണ്. പത്തനംതിട്ടയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട വിശ്വാസ പ്രശ്നമുണ്ട് എന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് അങ്ങയുടെ വാക്കുകളോട് ചേർന്ന് നിന്നാണ് പറയുന്നത്. ശ്രീ നിജേഷ് അരവിന്ദ്, പത്തനംതിട്ടയിലുണ്ടായ സംഭവത്തിൽ 2 അഭിപ്രായം അവർ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞത് അങ്ങയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. ഞാൻ അങ്ങ് പറഞ്ഞത് മുഖവിലക്കെടുക്കുന്നു, ബഹുമാനിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. പക്ഷെ അതുകൊണ്ട് കോട്ടയത്ത് പറയുന്ന കാര്യങ്ങൾ വിശ്വാസ്യതയില്ലാത്തതാകുന്നില്ല. ചങ്ങനാശ്ശേരിയിൽ പറയുന്ന അഭിപ്രായങ്ങളും പരാതികളും വിശ്വാസ്യതയില്ലാതാകുന്നില്ല. നമ്മളേതായാലും യുദ്ധം ചെയ്യാൻ വന്നതല്ലോ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ മാധുവിന് സഹിഷ്ണുതയുണ്ടെങ്കിൽ കേൾക്കാം. ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ അഭിപ്രായം പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാൻ അവിടുത്തെ യാഥാർത്ഥ്യങ്ങളെ പറ്റിയാണ് പറയുന്നത് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ചാനലുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ സ്പെഷ്യൽ ചർച്ചകളായി പറഞ്ഞിട്ടുണ്ടല്ലോ. പറയണം.
പറയണം. മാധു, ഞങ്ങൾക്ക് പറയുന്നതിൽ ഒരു പ്രയാസവുമില്ല. നിങ്ങളുടെ മീറ്റ് എഡിറ്റേഴ്സിൽ നിങ്ങളുടെ ചാനലിന്റെ മുതലാളി വന്നിട്ടാണ് പറഞ്ഞത് ഒരു കാരണവശാലും വി ഡി സതീശൻ ഗവൺമെന്റ് വരില്ല, കോൺഗ്രസ് വരില്ല, എങ്ങനെ 34-ൽ നിന്ന് എത്തുമെന്നൊക്കെ പറഞ്ഞ കണക്കും ഞങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഞാൻ മാധുവിനെ ചാനൽ മഹാസംഭവമാണ് എന്നൊരു ധാരണയൊന്നും നിങ്ങൾക്ക് തൽക്കാലം വേണ്ട. നിങ്ങൾ ഏത് മാധ്യമത്തിൽ പ്രവർത്താലും നിങ്ങളുടെ ആത്മാർത്ഥതയിലും ഒരു ബുദ്ധിമുട്ടുമില്ല മധു. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം വിളിച്ച് 7 മണിക്ക് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കില്ലല്ലോ. എനിക്ക് നിങ്ങളുടെ മാധ്യമ വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല, പ്രയാസവുമില്ല. പക്ഷെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ പറയേണ്ടത് പറയും. നിങ്ങൾ എപ്പോഴും ശരിയുടെ പക്ഷത്താണ് എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ നോക്കിക്കാണുന്നവര് അത് ഉണ്ടാവില്ല എന്ന് സൂചിപ്പിച്ചതാണ്. എനിക്ക് മാത്രമല്ല, അത് കേരളത്തിൽ നിങ്ങൾക്ക് സർവേ ചെയ്യാം. നിങ്ങളുടെ ചാനലിന്റെ മാധു എന്റെ വാക്കിൽ ഭീഷണി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അങ്ങയുടെ MLA-യുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും കഴിച്ചുണ്ടെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നു. ജനപ്രതിനിധിയാണ് മാധു. അത് മനസ്സിലാക്കണമെങ്കിൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉറക്കവും ഊണും ഉപേക്ഷിച്ച് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുടെ വികാരങ്ങൾ എന്തെല്ലാം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാം എന്ന് ഗവേഷണം നടത്തി മുന്നോട്ട് പോകുന്നവരോട് ചിലപ്പോൾ ആ ഭാഷയിൽ സംസാരിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അത് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. വിശക്കുന്നു എന്ന് പറഞ്ഞതും കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതും കുത്തിത്തിരിപ്പിന്റെ പട്ടികയിലാണ് വെക്കുന്നത് എങ്കിൽ എനിക്ക് ശരി, അങ്ങയുടെ അഭിപ്രായം, അങ്ങയുടെ രാഷ്ട്രീയ അഭിപ്രായം, അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം ശരി. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ അദ്ദേഹം ശ്രീ നിജേഷ് അരവിന്ദ് പറഞ്ഞത് ശരിയാണ്. സംസ്ഥാനത്ത് 400-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. പരാതികളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറിയ കൂറും പരാതികളില്ല എന്നത് തന്നെയാണ്. സിസ്റ്റം മെച്ചപ്പെട്ടു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഒരു ക്യാമ്പിൽ നിന്ന് പരാതി ഉണ്ടാവുകയാണ്. ഇന്നിപ്പോൾ തിരുവല്ലയിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ വിദ്യാർത്ഥികൾ ഡെസ്കിൽ കിടക്കുന്നു എന്നൊരു പരാതി അവിടെ നിന്ന് ഉന്നയിക്കുന്നത് കേട്ടു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഈ ചങ്ങനാശ്ശേരിയിലെ ക്യാമ്പിലെ ദൃശ്യങ്ങളടക്കം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പോലും 4-5 ആളുകളുടെ കമന്റ് അടക്കം പുറത്തു വരുമ്പോൾ അതെങ്ങനെയാണ് ഒറ്റപ്പെട്ട സംഭവമാകുന്നത്? 1, അതെങ്ങനെയാണ് കുത്തിത്തിരിപ്പിന്റെ ഭാഗമാകുന്നത്? 2, അറിയില്ലാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ്. മധു ഇവിടെ സൂചിപ്പിച്ചല്ലോ 400-ലധികം ക്യാമ്പുകളുണ്ട്. ശരിയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എത്ര ക്യാമ്പുകളിൽ പോയി ജനങ്ങളുടെ പ്രതികരണം എടുക്കാൻ കഴിയും? അത്തരത്തിൽ എടുക്കുന്ന പ്രതികരണം മാത്രമല്ലേ പുറത്തേക്ക് വരുന്നുള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ക്യാമ്പിന്റെ എണ്ണം നോക്കിയിട്ട് ഇത് വളരെ ചുരുക്കമാണെന്നൊന്നും കാണേണ്ടതില്ല. ഇപ്പോൾ ഇതൊരു ദുരന്ത മുഖമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ വളരെ ഐക്യത്തോടെ പ്രവർത്തിക്കേണ്ട സമയമാണ്. നമുക്കറിയാം 2018-ൽ അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ ദുരന്ത ബാധിത സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുമ്പോൾ വലതുപക്ഷത്തിരുന്ന നേതാവ് അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ്. ഓരോ ക്യാമ്പിലും 2 പേരും ഇറങ്ങി ജനങ്ങളെ കേട്ട് സന്ദർശിച്ചു പോയ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. ജാതിയോ മതമോ നോക്കാതെ ദുരന്തമുഖത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്ന എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്നിപ്പോ കോന്നിയിലെ MLA ജിനീഷ് കുമാറിന്റെ ഒരു വളരെ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവന കണ്ടു. തന്നെ അവലോകന യോഗത്തിനോ മറ്റു മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലോ പങ്കെടുപ്പിക്കാത്തതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ കളക്ടറുടെ ഓഫീസിൽ നിന്ന് പറയുകയാണ്, ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ MLA-മാരെ വിളിക്കേണ്ടതില്ല. ഏത് MLA-മാരെ? പ്രതിപക്ഷത്ത് നിൽക്കുന്ന MLA-മാരെ. ഇതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ കിട്ടുകയാണ്. ദുരന്തമുഖത്ത് എല്ലാവരും ഐക്യത്തോടെ പ്രവർത്തിക്കാനും എല്ലാവർക്കും എത്തിക്കാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കളക്ടർക്ക് CM ഓഫീസ് നൽകിയോ? അങ്ങനെയൊന്നല്ല പറയുന്നത്. ഇന്നിപ്പോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് MLA-മാരെ ക്ഷണിച്ചിട്ടില്ല. 1-2 പേർ വന്നു എന്നത് ശരിയാണ്. MLA-മാരെ ക്ഷണിച്ചിട്ടില്ല. അത് അവർക്ക് ഏകോപന ചുമതല ഉള്ളത് കൊണ്ടാണ് എന്നാണ്. പ്രതിപക്ഷത്തുള്ളവരെ വിളിക്കേണ്ടതില്ല എന്ന നിർദ്ദേശമുണ്ടോ? അത് ഔദ്യോഗികമാണോ? അത് ഉത്തമ ബോധ്യത്തോടു കൂടി പറയുന്നതാണോ? ഞാൻ ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് പറയുന്നത്. ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് ക്ലാരിഫൈ ചെയ്യേണ്ട മേഖലകളിൽ ക്ലാരിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ മറുപടി പറഞ്ഞു, അതുകൊണ്ട് അത് ശരിയെന്ന് കരുതല്ലേ. ഇന്നലെ പറഞ്ഞ മറുപടി അല്ലല്ലോ മിനിങ്ങാന്ന് പറഞ്ഞത്.
ആ മറുപടി അല്ലല്ലോ ഇന്ന് പറഞ്ഞത്. ഓരോ ദിവസവും അദ്ദേഹം അഭിപ്രായം മാറ്റി പറയുന്നു നമ്മൾ കാണുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഒരു പരാതിയും ഞങ്ങൾ ഉന്നയിച്ചില്ല. കാരണം ഒരു ദുരന്തം പെട്ടെന്നുണ്ടായി, പ്രതീക്ഷിക്കാത്ത ദുരന്തമുണ്ടായി, അതുകൊണ്ട് ഒരു ഏകോപനം വേണ്ടി വരും. അതുപോലെ ചില കുറവുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ കൂട്ടായിട്ടുള്ള ഇടപെടൽ വേണം. 2-ാം തീയതി ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ കൃത്യമായിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോപണമല്ല, വസ്തുതയാണ്. കാരണം മുൻകരുതൽ നൽകുന്ന കാര്യത്തിൽ, ആ പ്രളയത്തെ നേരിടുന്ന കാര്യത്തിൽ, ഏകോപനം നടത്തുന്ന കാര്യത്തിൽ, അതുപോലെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ, ക്യാമ്പുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ, അതിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടുള്ള കുറവുകൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി. വെള്ളം ഇറങ്ങിയ മേഖലകളിൽ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടായിട്ടുള്ള പ്രവർത്തനം നടക്കാത്തതിനെ കുറിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി നിങ്ങളെ ആക്രമിക്കുന്നു, ചാനലുകളെ ആക്രമിക്കുന്നു, അഭിപ്രായം പറയുന്ന ജനങ്ങളെ ആക്രമിക്കുന്നു. എന്താണ് കാരണം? MLA തന്നെ പറയുകയാണ് ഇത് ഇവിടെ വേണ്ട, ഇത് ചങ്ങനാശ്ശേരിയാണ്. എന്താ ചങ്ങനാശ്ശേരിക്ക് ഇത്ര പ്രത്യേകത? ഇതെന്താ ചങ്ങനാശ്ശേരി ഇന്ത്യയിലല്ലേ? ചങ്ങനാശ്ശേരി എന്താ കേരളത്തിലല്ലേ? ചങ്ങനാശ്ശേരിയിൽ എന്താ വേറെ നിയമമുള്ള നാടാണോ? വേറെ ഭരണഘടനയുണ്ടോ അവിടെ? അവിടെ പിഞ്ചു കുട്ടികൾ, അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുട്ടി പറയുക ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. ഒരു 4-5 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയുന്നു ഞാൻ ആകെ കഴിച്ചത് പഴമാണ്. ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ എന്റെ അധ്യാപകനെ വിളിച്ചു പറഞ്ഞു, അധ്യാപകൻ ബ്രെഡും പഴവും കൊണ്ടേ തന്നു ഇന്നലെ രാത്രി, അതാണ് കഴിച്ചതെന്ന് പറയുന്നു. ഉച്ച കഴിഞ്ഞല്ലേ ഇത് പറയുന്നത്? ഗ്യാസ് കുറ്റി രാവിലെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോയാൽ അവിടെ ഭക്ഷണം ഉണ്ടാകുമോ? നിങ്ങൾ വീട്ടിൽ ജോലി എടുത്തല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ജോലി എടുത്തുകൂടെ എന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. എല്ലാവരും ജോലി എടുക്കാൻ തയ്യാറാണ്. പക്ഷേ പല മേഖലകളിൽ നിന്ന്, പല ദുരന്ത മുഖത്തിൽ നിന്ന് വന്നവരുടെ എല്ലാ തരത്തിലുള്ള ശാരീരികമായ മാനസികമായിട്ടുള്ള ഒരു ഐക്യം, അവരുടെ ഒരു ധൈര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്, ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പല ക്യാമ്പുകളിലും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളും ഇടപെടലും നടത്തുന്നത്. അങ്ങനെ ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്ന തനി രാഷ്ട്രീയവുമായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ എന്തു ചെയ്യാൻ കഴിയും? ഇപ്പൊ ഒരു കുറവുണ്ടായി, ആ കുറവ് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാനല്ലേ ഇടപെടൽ നടത്തേണ്ടത്. ഇപ്പൊ എന്തുകൊണ്ട് അവിടെ ഭക്ഷണം ഒരുക്കിയില്ല? മറ്റു ക്യാമ്പുകളിൽ ഒരുക്കുന്ന ഭക്ഷണമാണെങ്കിൽ അത് എന്തുകൊണ്ട് ഇവിടെ എത്തിച്ചില്ല? ആളുകളെ വിളിക്കുക, അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരിക, നമുക്കത് പരിഹരിക്കാം. തൽക്കാലത്തേക്ക് അവരെല്ലാവരും ഫുഡ് കഴിച്ചു. ആ സമയത്തേക്ക് കയ്യിൽ നിന്ന് പൈസ മുടക്കിയോ അല്ലാതെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു നിൽക്കുകയല്ല. MLA യുടെ കൂടെയുള്ള ആളുകൾ, MLA തന്നെ ഈ തരത്തിലുള്ള ഭീഷണിയാണ്. അപ്പൊ ഇത് പുറത്തു പറയുന്നതാണ് കുറ്റം. അതെ, ആരെങ്കിലും അത് യഥാർത്ഥ വിവരം ഇന്നലെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കുറവുകൾ ഉണ്ടാകും. ക്യാമ്പുകൾ, 100 കണക്കിന് ക്യാമ്പുകളാകുമ്പോൾ കുറവുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മൾ കാണിക്കുമ്പോൾ ചില കുറവുകൾ ഉണ്ടാവും. പക്ഷെ ആ കുറവ് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലല്ലോ, അത് പരിഹരിക്കാനും ഈ ദുരന്ത മുഖത്ത് നിൽക്കുന്ന ജനങ്ങളെ കൂടുതൽ ദുരന്തത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ തീരാ ദുരന്തമായി മാറുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. പച്ചയായ നുണ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ തന്നെ ഓരോ ദിവസവും മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പഴയ കാലത്ത് പ്രളയത്തിന്റെ സമയത്ത് ഇത്ര ഐക്യത്തോടെ, കൂട്ടായ്മയോടെ ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്നു. ഓണത്തിന് വീട്ടിൽ കഴിയുന്നത് പോലെയാണ് 10-14 ദിവസം ഞങ്ങൾ ക്യാമ്പിൽ കഴിഞ്ഞതെന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാചകങ്ങളല്ലേ. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ളതെല്ലാം തന്നുവിടുന്നു, സന്തോഷത്തോടെ തന്നുവിടുന്നു എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വരുന്ന വാചകങ്ങൾ തന്നെയാണ്. അതേപോലെ ഇപ്പൊ വേണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രതികരണം മുഖവിലക്കെടുത്ത് പോകാൻ കഴിയില്ല. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞ 2 അഭിപ്രായം വിലക്കെടുക്കാൻ കഴിയില്ല എങ്കിൽ ഈ പ്രതികരണവും ഞാൻ പറയുന്നത്, ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒരു സ്ഥലത്തൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന് ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ടോ, ഒന്ന് ലൈറ്റ്, ഇലക്ട്രിസിറ്റി അറേഞ്ച്മെന്റ്സ് കറക്റ്റായിട്ട് ഉണ്ടോ, ടോയ്ലറ്റുകൾ കറക്റ്റായിട്ടുണ്ടോ, മെഡിസിൻസ് ഉണ്ടോ, ഡോക്ടർമാരുടെ ക്യാമ്പ് ഉണ്ടോ, അവർ രാവിലെയും വൈകുന്നേരവും അവിടെയുള്ള രോഗികളായിട്ടുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ പരിശോധിക്കുന്നുണ്ടോ. ഈ കൃത്യമായിട്ട് ഒരു പരാതി പത്രം, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, ഇന്നലെ ഒരു പരാതിയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതി ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അത് അഡ്രസ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. പക്കായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരെ നിരാശപ്പെടുത്തല്ലേ. ശ്രീ ജോർജ് പൊടിപ്പാറ, ഒരു ക്യാമ്പിൽ പോലും, ഒരു സ്ഥലത്ത് പോലും ഒരു പ്രശ്നവുമില്ല. ഒന്ന് തിങ്കളാഴ്ച, ഒന്ന് ഇന്ന്. കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അത് പരിഹരിക്കും. അപ്പോൾ ഈ സംഭവങ്ങൾ പുറത്തേക്ക് വാർത്തയായി വരുന്നു, ഇത് ആളുകൾ വിളിച്ചു പറയുന്നു, അവിടേക്ക് ജനപ്രതിനിധികൾ എത്തുന്നു എന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ സർ, അഡ്രസ്സ് ചെയ്യലാണോ ഈ കണ്ടത് എന്ന് എനിക്കൊരു ആകാംക്ഷയുണ്ട്. അങ്ങേക്ക് എന്താണ് അഭിപ്രായം? അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? വ്യക്തമാണ് സർ, പറയൂ.
മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അങ്ങനെ തന്നെയാണല്ലോ പറയേണ്ടത്. അദ്ദേഹം മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം അവിടെ പോയി സ്പോട്ട് പല ക്യാമ്പുകളും സന്ദർശിച്ചതാണ്. അവിടെയുള്ള ചുമതലയുള്ള ജനപ്രതിനിധികളുമായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ടും അവലോകന യോഗം നടത്തി കാര്യങ്ങൾ കൃത്യമായി നിർദ്ദേശിച്ചതാണ്. സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ ഓരോ സ്ഥലത്തും തഹസിൽദാർമാർക്കും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും കളക്ടർക്കും ഒക്കെ അടക്കം ഏത് കാര്യത്തിനും ആവശ്യമായ ഫണ്ട് ചെലവഴിക്കാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ സാങ്കേതികമായിട്ട് ടെക്നിക്കലായിട്ട് ഒരു സർക്കാർ ചെയ്യേണ്ട പല കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാധു പറഞ്ഞതുപോലെ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് റിപ്പോർട്ടഡ് ടി വി കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. മാത്രമല്ല ഒരു മാധ്യമത്തിന്റെ സാധാരണഗതിയിൽ മാധ്യമങ്ങൾ അന്വേഷിക്കുന്ന എല്ലാം സ്മൂത്തായി പോകുന്ന സ്ഥലങ്ങളല്ല, മറിച്ച് സ്മൂത്ത് അല്ലാത്ത സ്ഥലങ്ങൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്ക് കൗതുകം ഉണ്ടാവും. അവരവിടെ പോകും. അവിടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പ്രൊജക്ട് ചെയ്യും. അത് മാധ്യമങ്ങൾ പൊതുവെ എടുക്കുന്ന ഒരു നിലപാടാണ്. അത് റിപ്പോർട്ടർ ടിവിയുടെ മാത്രം പ്രത്യേകതയല്ല, മറ്റ് ചാനലുകളും അത് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കാര്യം അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, അത്തരം കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നോക്കൂ എന്ന വാശി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല പ്രവണതയാണ്. അത് ശരിയായ രീതിയല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു രീതിയല്ല. മാധു തന്നെ തൊട്ട് മുമ്പ് ശ്രീ അരുൺകുമാറിനോട് പറഞ്ഞു, അതായത് പല ക്യാമ്പുകളിലും വളരെ നല്ല അഭിപ്രായമാണ്, വളരെ നന്നായി പോകുന്നു എന്ന റിപ്പോർട്ട് തന്നെയാണ് കിട്ടുന്നത്. ഈ ചങ്ങനാശ്ശേരിയിലെ ഒരു പർട്ടിക്കുലർ ക്യാമ്പിന്റെ കാര്യത്തിൽ ഒഴിച്ച് മറ്റു പല സ്ഥലങ്ങളിലും ഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഒരു പ്രശ്നവുമില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഭക്ഷണം കൃത്യമായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി റാഹിസ് റഷീദ് ഒരു ക്യാമ്പിൽ പോയപ്പോൾ പരിമിതികളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വീട്ടമ്മയുടെ പ്രതികരണമാണിത്. ഭാഗത്തെ ഇഷ്യൂസിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് വെള്ളം കയറി ആ പാടങ്ങളിലെല്ലാം കയറി അതിങ്ങനെ ഒഴുക്കായിട്ട് ഞങ്ങളൊക്കെ മിഡിൽ ക്ലാസ് ആൾക്കാർ അത് താങ്ങാനൊക്കുന്ന ഒരു സ്റ്റേജ് അല്ല. അത് സാധനങ്ങളൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല. ഇത് അവർ ഈ സർക്കാർ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് ഉള്ളത് കൊണ്ട് ഞങ്ങൾ നന്നായി പോകുന്നു, സന്തോഷത്തോടെ പോകുന്നു എന്ന് പറഞ്ഞ റാഹിസ് റഷീദിന്റെ റിപ്പോർട്ടാണ്. എല്ലായിടത്തും പോകുന്നുണ്ട് സാർ. ഒരിടത്തൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നതും പ്രശ്നം. അവിടെ നിന്നാണല്ലോ നമ്മളെ വിളിക്കുക, ഇങ്ങനൊരു പ്രശ്നമുണ്ടോ എന്ന് പറയൂ എന്ന് പറഞ്ഞ അവിടെ ചെന്നാൽ അത് മഹാപരാധമായി പോകുമെന്നുണ്ടോ? അത് ആ ഒരു സമീപനം തെറ്റാണ്. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാധ്യമങ്ങൾ പലപ്പോഴും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കും. അതാണ് മാധ്യമ ധർമ്മം. മാധ്യമങ്ങൾ പൊതുവെ എല്ലാം നന്നായി പോകുന്നു, എല്ലാം ഗംഭീരമായി പോകുന്നു എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി അല്ലല്ലോ മാധ്യമ പ്രവർത്തനം. മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു വശം, ഒരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് തന്നെ എവിടെയാണോ ഒരു പ്രത്യേക സാഹചര്യത്തിലെ പ്രത്യേക തരം, ഇതൊരു അസാധാരണമായ സാഹചര്യമാണോ, ആ അസാധാരണ സാഹചര്യത്തിൽ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന് നേതൃത്വം നൽകുന്നവരെങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന് നേതൃത്വം നൽകേണ്ടവർ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്നുള്ള പരിശോധന സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഈ ഒരു പർട്ടിക്കുലർ ക്യാമ്പിൽ സംഭവിച്ച കാര്യങ്ങൾ അവിടുത്തെ ജനപ്രതിനിധി മാധ്യമ പ്രവർത്തകനോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. ആ കളി ഇവിടെ വേണ്ട എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ആ അഭ്യാസം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന രീതിയെ നമുക്കൊരിക്കലും സ്വാഗതം ചെയ്യാൻ പറ്റില്ല. അത് ഇനിയിപ്പോ അഥവാ അവർക്ക് ചില മുൻവിധികൾ ഉണ്ടെങ്കിലും അവിടുത്തെ അന്തേവാസികൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ട സാഹചര്യത്തിൽ അവിടെ സംതിങ് റോങ് സംവെയർ, അവിടെ ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ ഒരു ചാനലിൽ കണ്ടൊരു കാര്യം, അതിന്റെ തൊട്ടപ്പുറത്തൊരു സ്കൂളില് ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടത്. അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ ഇവർ തയ്യാറാകാത്തൊരു പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. വേറൊരു ചാനൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടു. അതുകൊണ്ട് ഇവരവിടെ പോകാൻ തയ്യാറല്ല. ക്യാമ്പ് നടത്തുന്നവർ അങ്ങനെ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞത് ഒരു ഈഗോ പ്രശ്നം എന്നാണ്. ക്യാമ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു ഈഗോ പ്രശ്നം എന്നതാണ്. ഒന്നും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പിൽ വന്നിരിക്കുന്നവരെ കുറിച്ചാണ് ഈ ഈഗോ ആരോപണം ഉണ്ടാകുന്നത് എന്നുള്ളത്. പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടത് ഗ്യാസ് അടക്കം പാത്രങ്ങളടക്കം അവിടെ കൊണ്ടുവന്ന സാധനം. അപ്പോൾ അത് ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് വേണ്ടേ എന്നതും കൂടി നമ്മുടെ ഒക്കെ മുന്നിൽ വരുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അത് ഞാൻ പറയുന്നത്, ഈ ക്യാമ്പ് നടത്തുന്നവർക്കും അതുപോലെ തന്നെ ക്യാമ്പിൽ എത്തുന്നവരും ഇതൊരു അസാധാരണ സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ആരുടെയും ഈഗോ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നൊരു അവസരമല്ല. എല്ലാവരും കൂടെ ഒത്തുചേർന്ന് അതിനകത്ത് CPM എന്നോ CPI എന്നോ DYFI എന്നോ യൂത്ത് കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ ABVP എന്നോ BJP എന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. ഇത്തരം അസാധാരണ സാഹചര്യങ്ങളിലാണ് ഒരു സമൂഹം അതിന്റെ ആ ഉത്തരവാദിത്വ ബോധം കൃത്യമായി കാണിക്കേണ്ടത്. അത് നമ്മൾ 2018-ലും 19-ലും ഒക്കെ നമ്മൾ കാണിച്ചതാണ്. കൊല്ലത്തു നിന്നൊക്കെ എത്തിയ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വ്യാപ്തി, അവരുടെ അർപ്പണബോധം, ആ ഒരു ഡെഡിക്കേഷനൊക്കെ നമ്മൾ കണ്ടതാണ്. ലോകത്തിന് മുമ്പിൽ കേരളം ഒരു വലിയ മാതൃക കാണിച്ചു കൊടുത്തതാണ്. ഇക്കുറിയും നമുക്ക് അത്രത്തോളമൊന്നും ഇല്ല ഇത്തവണ.
അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വളരെ ചെറിയൊരു മേഖലയിലാണ് ഇത് ഗുരുതരമായ അവസ്ഥയിലുള്ളത്. അതുകൊണ്ട് ഭരണപക്ഷം അവരുടെ ഈഗോ നിലനിർത്താനോ അല്ലെങ്കിൽ വിമർശനം മാത്രമാണ്, കുറ്റം മാത്രം കണ്ടെത്തലാണ് ഞങ്ങളുടെ റോളെന്ന് പ്രതിപക്ഷമോ കരുതേണ്ടതില്ല. ഈ അസാധാരണ സാഹചര്യത്തെ കേരളം മുമ്പ് പലപ്പോഴും നേരിട്ടുള്ളതുപോലെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ പരിഹരിക്കുക. ആ വീട്ടമ്മ പറഞ്ഞല്ലോ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ മാധു കാണിച്ച ആ ദൃശ്യം ഉണ്ടല്ലോ, അവരെത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഒരു ക്യാമ്പില് വീട്ടിലെ സൗകര്യങ്ങൾ കിട്ടില്ല. സ്വാഭാവികമായിട്ടും സർക്കാർ സംവിധാനങ്ങൾക്ക് അതിൻ്റെതായ പരിമിതിയുണ്ട്. അവിടെ എല്ലാവർക്കും ഒരേ ഭക്ഷണം തന്നെയാണ് വിളമ്പാൻ പറ്റുള്ളൂ. ഓരോരുത്തരെയും ചോയ്സ് അനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടുത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ആ ഭക്ഷണം കഴിച്ച് ഒക്കെ തൃപ്തിപ്പെടേണ്ടി വരും. എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷെ പൊതുവായിട്ട് ഏറ്റവും അനിവാര്യമായ, ഏറ്റവും ഒഴിവാക്കാനാവാത്ത ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, കിടക്കാനുള്ള നല്ല സ്ഥലം, നല്ല കുടിവെള്ളം, ആരോഗ്യ പരിശോധന, ഇത്തരം കാര്യങ്ങളിൽ കോംപ്രമൈസ് പറ്റില്ല. അത് ഉറപ്പായ കാര്യമാണ്. അതിന്റെ പേരിൽ ഇനി ഏതെങ്കിലും ജനപ്രതിനിധി ചൂടായിട്ടും കാര്യമില്ല. ശരി, ശ്രീ ബിജി എബ്രഹാം, പരമാവധി എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിൽ ഈ ഒറ്റപ്പെട്ട വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരിവാരി തേക്കാനുള്ള ഒരു ശ്രമം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉണ്ടാകുന്നുണ്ടോ എന്നതും ഒരു വിമർശനമാണ്. ഇപ്പം കഴിഞ്ഞ സർക്കാർ ആയിരുന്നുവെങ്കിൽ, പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ, ശ്രീ ബിജി എബ്രഹാം കേൾക്കാമോ? ഞാൻ അദ്ദേഹത്തിലേക്ക് പോകാനും ഏറെ വൈകി. ശ്രീ ബിജി എബ്രഹാം കേൾക്കുന്നുണ്ടോ? ശ്രീ ബിജി എബ്രഹാം കേൾക്കാമോ? കേൾക്കാം. ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അല്ല ഞാൻ ചോദിച്ചിരുന്നില്ല, ഇപ്പൊ ചോദിക്കാം. ശ്രീ ബിജി എബ്രഹാം, അതായത് ഈ സർക്കാരിന്റെ പോരായ്മ കൊണ്ട് മാത്രമാണ്, ഞങ്ങളാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ, പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഡിവൈഎഫ്ഐ കളത്തിലിറങ്ങിയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല, തുടങ്ങിയ ആ തരത്തിൽ ഒരു ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ശ്രമം കൂടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ടോ? ഇതിപ്പം 2018-ലെയോ 19-ലെയോ പോലെ സമാനമായ തരത്തിലുള്ളൊരു മനുഷ്യ അധ്വാനം വേണ്ടി വരുന്നില്ല, കാരണം അത് അപ്രതീക്ഷിതമായിരുന്നു. ഇത്തവണ എന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അതിനനുസരിച്ച് പര്യാപ്തമാണ്, ഈ തദ്ദേശ സ്ഥാപനങ്ങളടക്കം എക്യുപ്ഡ് ആണ്, അങ്ങനെ കുറെ സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത് എല്ലാം പാഴാണ് അല്ലെങ്കിൽ എല്ലാം പോരായ്മയാണ് എന്ന തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അതെ, മാധു മേഡം, താങ്കൾ ചോദിച്ചത് വളരെ ശരിയായ ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് മുൻ മാതൃകകൾ ഇപ്പോൾ ഉണ്ട്. 2018 കേരളത്തിൽ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് നമുക്കൊരു മുൻ മാതൃകകളും ഇല്ല. ഏതാണ്ട് നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കം എന്നൊക്കെയാണ് അന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം നോക്ക്, എത്ര അപമാനകരമായ ഒരു ചോദ്യമാണ്. വീട്ടിലൊന്നും വെക്കാതെ ആണോ കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് എത്ര മോശമായ ചോദ്യമാണ്. പ്രത്യേകിച്ച് ഒരു ദുരന്ത ബാധിത പ്രദേശത്ത് ഉള്ള ആളുകൾ അവരുടെ സർവസ്വം നഷ്ടപ്പെട്ട് ഒരു ക്യാമ്പിൽ വന്ന് താമസിക്കുന്ന സമയത്ത് ചോദിക്കാൻ കൊള്ളുന്ന ചോദ്യമാണോ? അങ്ങനെ ഒരു ചോദ്യം കേൾക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ പറയുന്ന ഞാൻ ശ്രദ്ധിക്കേണ്ടായി, പല ആളുകളോടും വീട് ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ വന്ന് താമസിക്കാൻ പറഞ്ഞാലും അവർ വരാൻ തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? അവർ ഈ ഇത്തരത്തിലുള്ള അപമാനകരമായ ചോദ്യം നേരിടേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. അത് ഒരു മനുഷ്യാവസ്ഥയാണ്. അത് ഈ ഉള്ളതെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള ഒരു മനുഷ്യാവസ്ഥയാണ്. അത് അന്നും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അന്ന് വാർത്തകൾ വായിക്കുകയും നിരന്തരം ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞവരുമാണ്. 450ഓളം ദുരിതാശ്വാസ ക്യാമ്പ് ഇന്നുള്ളത്. ഏതാണ്ട് 27,000-ഓളം ആളുകളാണ് ക്യാമ്പിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 150ഓളം പേരുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ക്യാമ്പ് തുടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 14.5 ലക്ഷം ആളുകളായിരുന്നു അന്ന് ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായിരുന്നത്. ഏതാണ്ട് 3274 ക്യാമ്പുകൾ കേരളത്തിൽ പ്രവർത്തിച്ചായിട്ട് സർക്കാരിൻ്റെ ഒഫീഷ്യൽ റെക്കോർഡുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 34,15,934 പേരാണ് അഫക്റ്റഡ് ആയിട്ടുള്ളത്. കേരളത്തിന്റെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% ആളുകൾ അന്ന് അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഇതായിരുന്നു സാഹചര്യം. അതുകൊണ്ടാണ് അന്നത്തെ പ്രളയത്തിന്റെ സാഹചര്യവും ഇന്നത്തെ പ്രളയത്തിന്റെ സാഹചര്യവും തമ്മിൽ അൺപാരലലാണ്. താരതമ്യം നമുക്ക് നടത്താനേ സാധിക്കത്തില്ല. ഈ നൂറ്റാണ്ടിലെ പ്രളയം എന്നൊക്കെ അതുകൊണ്ടാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. ദേശീയവും അന്തർദേശീയവുമായ മാധ്യമങ്ങൾ അവരുടെ പ്രൈം ടൈമിൽ കേരളത്തിന്റെ ഈ ദുരന്തത്തെ വാർത്തയാക്കുന്നതിലും ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് റോയിറ്റേഴ്സും BBC-യും CNN-ഉം അൽ ജസീറ അടക്കമുള്ള ചാനലുകൾ കേരളത്തിലെ ഈ മഹാപ്രളയത്തെ വാർത്തയാക്കുകയും രാജ്യത്തിന് പുറത്തു നിന്ന് ധാരാളം സഹായം കേരളത്തിലേക്ക് ഓഫറൊക്കെ ഉണ്ടായി. അന്ന് യൂണിയൻ ഗവൺമെന്റ് അത്തരം സഹായം ഒന്നും സ്വീകരിക്കുന്നതിന് നമ്മളെ സംസ്ഥാനത്തെ അന്ന് അനുവദിച്ചില്ല. എന്നിരുന്നാലും മലയാളികളായിട്ടുള്ള ആളുകൾ CMDRF-ലേക്ക് ധാരാളമായി സംഭാവനയൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി എല്ലാ ദിവസവും കൃത്യമായി പ്രളയ സാഹചര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഈ പ്രളയം ആരംഭിച്ച ദിവസം കേരളത്തിൽ എത്ര അപമാനകരമായ ഒരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച്. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ
ചെയർമാൻ കൂടിയാണ്. ആ ഒരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ട്, പ്രത്യേകിച്ച് ഈ ദുരന്ത സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോകുന്നതും വിരുന്നിന് പോയതും അമ്മായച്ചനെ കാണാൻ പോയതും ഒക്കെ. അന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ റെഡ് അലേർട്ട് ആയിരുന്നില്ല അന്ന്, തലേദിവസമൊക്കെ ഉണ്ടായിരുന്നത് ഓറഞ്ച് അലേർട്ടാണ്. ആളുകൾക്ക് അവരുടെ വസ്തുവകകൾ ഒക്കെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് മാറ്റാൻ പോലുമുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. വലിയ നഷ്ടമാണ് ആളുകളുടെ വീട്ടുപകരണങ്ങൾക്ക്, കച്ചവട സ്ഥാപനങ്ങളിലും മറ്റും ഉണ്ടായിരിക്കുന്നത്. ആ നഷ്ടം നികത്താനൊക്കെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന നഷ്ടപരിഹാരമൊക്കെ വളരെ അപര്യാപ്തമാണ്. അവർക്കുണ്ടായിരിക്കുന്ന മാനസികമായ പ്രയാസം വളരെ വലുതാണ്, സാമ്പത്തികമായ നഷ്ടം വളരെ വലുതാണ്. പലർക്ക് വീട് തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ കുട്ടനാടും അപ്പർ കുട്ടനാടും ഈ പ്രളയത്തിന്റെ ഇപ്പം മഴ ഏതാണ്ട് കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഈ അപ്പർ കുട്ടനാടും വിയപുരവും ചെറുതനയും എടത്തുവായും മുട്ടാറും അടക്കമുള്ള പ്രദേശങ്ങൾ ഇപ്പൊ സമ്പൂർണ്ണമായും വെള്ളത്തിലായി കിടക്കുകയാണ്. പലയിടത്തും തുരുത്തുകളാണ്. ആ പ്രദേശങ്ങളിലേക്കൊക്കെ യഥാർത്ഥത്തിൽ മൊബൈൽ ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവണം. അവരുടെ വീടുകളിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനായിട്ട് അവർക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഏതാണ്ട് 2 ആഴ്ചയോളം മഴ കഴിഞ്ഞാലും മരം പെയ്യും എന്ന് പറയുന്നത് പോലെ ഈ അറബിക്കടലിലേക്ക് ഈ പറയുന്ന വെള്ളം ഒഴുകി പോകുന്ന സാഹചര്യം വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത്. വേലിയേറ്റവും നന്നായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി ഈ ദിവസങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അവിടെയൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനവുമായിട്ട് യഥാർത്ഥത്തിൽ സർക്കാർ സംവിധാനങ്ങൾ യഥാവിധം പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയത്താണ് ഇന്ന് ചങ്ങനാശ്ശേരിയിലൊക്കെ ഉണ്ടായിരിക്കുന്ന പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആളുകൾ വളരെ നിരാശരാണ്. ഈ ഒരു സാഹചര്യമായിരുന്നില്ല 2018 ഉണ്ടായിരുന്നത്. തങ്ങളുടെ തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ അതിനു മുമ്പേ കപ്പലിറക്കാമെന്ന ഉള്ള ഒരു ധൈര്യമാണ് അന്നത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത്. അത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആശ്വാസവും പ്രത്യാശയും ചില്ലറയല്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഈ പ്രളയം ഉണ്ടായിരിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ വിമർശനം ഉണ്ടായത് കൊണ്ടാകാം ഈ കഴിഞ്ഞ ദിവസവും ഇന്നും അദ്ദേഹം പത്രസമ്മേളനം നടത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നുള്ളത് ആശ്വാസകരമാണ്. അപ്പോൾ തന്നെയും ഈ പ്രതിപക്ഷത്തുള്ള ആദ്യഘട്ടത്തിൽ അരുൺകുമാർ അത് സൂചിപ്പിക്കുകയുമുണ്ടായി. പ്രതിപക്ഷ MLA-മാരെ ഇന്ന് ജനീഷ് കുമാറിന്റെ പ്രസ്താവന നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ. പ്രതിപക്ഷ MLA-മാരുമായിട്ട് അവരുടെ ആവലാതികൾ കേൾക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറാകുന്നില്ല. രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ മഹാദുരന്തത്തെ നേരിടേണ്ടതിന് പകരം അതിനെ രാഷ്ട്രീയമായി കാണുകയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പറയേണ്ടുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ ഉള്ളത്. പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന നാശം വളരെ വലുതാണ്. ഞാൻ ഈ അപ്പർ കുട്ടനാട് താമസിക്കുന്ന ഒരാളും കൂടിയാണ്. നെൽകൃഷി, മത്സ്യകൃഷി നടത്തുന്നവർ, പച്ചക്കറി കൃഷി നടത്തുന്നവർ, ഓണം പ്രമാണിച്ചൊക്കെ വിത്ത് വിതച്ച് വിള ഉണ്ടാകാൻ കാത്തിരിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കുന്നതൊക്കെ നഷ്ടം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത നഷ്ടമാണ്. അവരുടെയൊക്കെ ഈ ഓണം എന്ന് പറയുന്നത് വളരെ സങ്കടകരവും ദുരന്തവുമായി കുട്ടനാട് MLA മുഖ്യമന്ത്രിയെയോ റവന്യൂ വകുപ്പ് മന്ത്രിയോ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊരു വിമർശനം ഉന്നയിക്കുന്നു. ഏകോപന ചുമതല MLA-മാർക്കാണ് എന്ന് പറഞ്ഞിട്ട് MLA-മാരെ ഏകോപന യോഗങ്ങളിൽ വിളിക്കുന്നില്ല. അതിനോടൊപ്പം സ്വന്തം ഭരണകക്ഷിയിലുള്ള MLA-മാർക്ക് പോലും വിളിച്ചാൽ മറുപടിയില്ല എന്നതാണ് ആരോപണം. ഒന്ന് മാധു വ്യക്തിപരമായ ഒരു കമൻറ്റ് പറയാണ്, ക്ഷമിക്കണം, പറയാതിരിക്കാൻ നിർവാഹമില്ല. എ റൈറ്റ് പേഴ്സൺ ഇൻ എ റോങ് പ്ലേസ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ നേരത്തെ MLA-യുടെ പ്രതികരണം കാണിച്ചു. മറ്റേ അരുൺകുമാർ വളരെ വ്യക്തമായി പറഞ്ഞു ചങ്ങനാശ്ശേരി ഇന്ത്യയിലല്ലേ, കേരളത്തിലല്ലേ, നാട്ടിലല്ലേ എന്ന്. ഞാൻ റിപ്പോർട്ടർ ചാനലിനോട് ഒരു അഭ്യർത്ഥന നടത്തുന്നു. അവിടെ MLA വന്നതിൻ്റെ ഒരു 3 മിനിറ്റ് മുമ്പുള്ള ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചതാ. നിങ്ങളുടെ ക്യാമറാമാൻ അവിടെ കാണിച്ചു കൂട്ടിയ ആ സംസാരം സ്ഥലം വിട് എന്ന് MLA-യോട് പറയും. ഞാൻ അത് കണ്ടോണ്ടിരിക്കുക ഒന്ന് കാണുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മാധ്യമം അവർ ചൂണ്ടിക്കാണിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവരെടുക്കേണ്ട ഒരു റോൾ, ആ റോൾ എത്ര ശാന്തമായിട്ടാണ് MLA എത്രയോ നേരം സംസാരിച്ചത് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഒരു MLA-യെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനൊക്കെ ഒരു കണക്കുണ്ട്. ഒരാളെ എന്തെങ്കിലും രീതിയിൽ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമത്തിന് ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. നിങ്ങൾ പരിശോധിക്കേ, മാധു പരിശോധിക്കേ. അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്ന ആളുകളോട് ഒരു 3 മിനിറ്റ് നിങ്ങളുടെ ചാനലിൽ കാണിച്ച നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ചാനലിൽ കാണിച്ച ആ ദൃശ്യം ഒന്ന് കാണിച്ചു കൊടുക്കുക. MLA പറയുന്നതിന് അവസാനം പ്രകോപനത്തിന്റെ അങ്ങേയറ്റം അദ്ദേഹം പറയുന്ന കാര്യം മാത്രം എടുത്തു വെച്ച് ഇയാൾക്ക് എന്താ കൊമ്പുണ്ടോ, ഇയാൾ എന്താ മൂക്കിൽ വലിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് എവിടുത്തെ മാധ്യമധർമ്മമാണ് എന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. രണ്ടാമത്തത്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം,
ജനീഷ് കുമാർ ഒരു കാര്യം പറയുന്നു, അരുൺകുമാർ അത് ഏറ്റു പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഏകോപനത്തിന്റെ ചുമതലയാണ് MLA-മാർക്കുള്ളത്. അവരെ കലക്ടറേറ്റിലേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ല. കാരണം അവർ നിൽക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് അവരവിടെ നിൽക്കട്ടെ എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അദ്ദേഹം അതിന് മറുപടി ഇന്ന് വൈകുന്നേരത്തെ ബ്രീഫിംഗിൽ പറഞ്ഞു, ഞാൻ ക്യാബിനറ്റ് മീറ്റിംഗുള്ള സമയത്തായിരിക്കും വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കിട്ടാതിരിക്കുന്നത്. ലിജു വിളിച്ചിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമല്ലേ? ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ആനക്കാര്യമായി അതിനുശേഷം ചില ഇടപെടലുകൾ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ KU ജനീഷ് കുമാറിന്റെ ആരോപണം അവിടെ നിൽക്കുകയാണ്. പ്രതിപക്ഷ MLA-മാരെ വിളിച്ചില്ല, അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ. മാത്രമല്ല, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ പോലെ പെരുമാറുന്നു എന്നൊരു ആരോപണമാണ് KU ജനീഷ് കുമാർ ഉന്നയിച്ചത്. അല്ല, KU ജനീഷ് കുമാർ ആണെങ്കിലും പ്രളയമുണ്ടായ 1-ാം തീയതി അവിടുത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞതിനൊന്നും തൽക്കാലം മുഖവിലയ്ക്ക് എടുക്കാൻ സാധിക്കില്ല. അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താ? ഞാനൊരു ചാനൽ ചർച്ചയിൽ ഇരുന്ന സമയത്ത് സർക്കാർ സ്പോൺസേഡ് പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആരെങ്കിലും അതിനെ പിന്നെ ടേക്ക് ചെയ്ത് മുന്നോട്ട് പോയോ? മുന്നോട്ട് പോയിട്ടില്ല. മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെ 10 വർഷം ഭരണം നഷ്ടപ്പെട്ടതിന്റെ ഹാങ് ഓവർ ഒരു പറ്റം ആളുകൾ ഇരിക്കുന്നു. ആ കൂട്ടത്തിലേക്ക് ജൂലൈ മാസം 31-ാം തീയതി എറണാകുളത്ത് വന്നത് 1-ാം തീയതി നടന്ന പ്രളയത്തിൽ തെറ്റാണ് എന്നാണ് ഇപ്പോൾ ചാനലിൽ ഇരുന്ന ആള് പറഞ്ഞത്. 31-ാം തീയതി പ്രളയമില്ലാതിരുന്ന കാലത്ത് എറണാകുളത്ത് വന്നത് 1-ാം തീയതി നടന്ന പ്രളയത്തെയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? ഇതൊക്കെ പറയാനുള്ള സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ചാനലിനോടുള്ള ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. ബാധു, അല്ലാണ്ട് നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ഇനിയും ചർച്ച അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ അത് ഒരു മാധ്യമത്തിലൂടെ ഉന്നയിക്കണ്ടേ? അദ്ദേഹം ഒരു മാധ്യമത്തിലൂടെ അല്ല, എല്ലാ മാധ്യമങ്ങളുടെയും ആ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ അവിടെ പറഞ്ഞല്ലോ, എല്ലാ MLA-മാരും വിളിച്ചിട്ടില്ല അവലോകന യോഗത്തിന്. MLA-മാർക്ക് അവിടുത്തെ കോർഡിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. 1-2 MLA-മാർ നഗര കേന്ദ്രീകൃതമായ MLA-മാരോട് വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദുരന്തമുഖത്ത് പ്രോട്ടോകോൾ പാലിച്ച് എല്ലാം മുന്നോട്ട് പോകണം. അവിടെ ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് MLA-യെ തടഞ്ഞു നിർത്തി പ്രൊവോക്ക് ചെയ്ത് അവിടുത്തെ പാർട്ടിക്കാരോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നതൊക്കെ ഒരു മാധ്യമ പ്രവർത്തനമാണോ എന്നുള്ള ചോദ്യം ജനീഷ് കുമാറിന് പരാതി ഉണ്ടെങ്കിൽ ഉന്നയിക്കട്ടെ. അത് നിയമസഭയിൽ ഉന്നയിക്കട്ടെ, അല്ലെ മുഖ്യമന്ത്രിയോട് ഉന്നയിക്കട്ടെ. അല്ലാതെ ഈ സിസ്റ്റം മുഴുവൻ തെറ്റാണ്. അദ്ദേഹം മറുപടി പറഞ്ഞല്ലോ. ജനീഷ് കുമാർ പരാതി ഉന്നയിച്ചിട്ടാണല്ലോ മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു പരാതിയും അങ്ങനെ അവഗണിച്ചു എന്നൊരു തോന്നലും ഒരു പ്രതിപക്ഷ MLA-ക്ക് ഉണ്ടാകാമോ? മാധു, പത്തനംതിട്ടയ്ക്കകത്ത് ഒരു MLA അല്ലല്ലോ, 5 MLA-മാരുണ്ടല്ലോ. ആ പത്തനംതിട്ടയ്ക്കകത്തുള്ള അവിടെ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണല്ലോ. അപ്പൊ ഇന്നത്തെ യോഗത്തിന് അവരെ വിളിച്ചിട്ടില്ല. അദ്ദേഹത്തെ മാത്രമല്ല വിളിക്കാതിരുന്നത്. നേരത്തെ അരുൺകുമാർ എന്താ ഉന്നയിച്ചത്? പ്രതിപക്ഷ MLA-മാരെ മാത്രം വിളിക്കേണ്ട എന്ന് CM-ന്റെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടി. ഞാനിത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അരുൺകുമാറിനെ CPM-നെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒരു ഉത്തരവ് CM-ന്റെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ MLA-മാരെ വിളിക്കേണ്ട എന്നൊരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഞാനിത് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. അരുൺകുമാർ അത് പ്രൂവ് ചെയ്യും. കാരണം ഞാൻ അദ്ദേഹത്തോട് ശ്രീ നിജേഷ് അരവിന്ദ്, അങ്ങും ഞാൻ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് എന്നാണ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അത് നേരിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അങ്ങ് ഉത്തമ ബോധ്യത്തോട് പറഞ്ഞ കാര്യം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് നിജേഷ് അരവിന്ദ് പറയുന്നത്. അപ്പോൾ അതൊരു കപട ആരോപണമായിരുന്നോ? യെസ്, ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ പ്രതിപക്ഷ MLA-മാർ അവിടെ നിൽക്കട്ടെ, ഭരണപക്ഷ MLA ഉന്നയിച്ച ആരോപണമാണല്ലോ മാധു സൂചിപ്പിച്ചത്. നമുക്കെല്ലാം അറിയാം, കുട്ടനാടിന്റെ MLA റെജി ചെറിയാൻ പറഞ്ഞത്. അരുൺ ആദ്യം പറഞ്ഞതിന് മറുപടി പറ. കേരളത്തിലെ പ്രതിപക്ഷ MLA-മാരെ യോഗത്തിന് വിളിക്കേണ്ട എന്ന് പറഞ്ഞ ഉത്തമ ബോധ്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അതിന്റെ മറുപടി പറ ആദ്യം. ഒന്ന് ക്ഷമിക്കൂ മിസ്റ്റർ, ഇനി 8 മിനിറ്റ് ഉണ്ട്. അവസാനത്തെ 5 മിനിറ്റാണ് താങ്കൾ ഒച്ചപ്പാട് നടത്തി മറ്റുള്ളവരെ പറയാൻ അനുവദിക്കാത്തത്. ഇപ്പോഴേ തുടങ്ങണ്ട, സമയമുണ്ട്. അപ്പൊ ഒന്ന് ഒന്നും ഇങ്ങനെ മര്യാദകേട് കാണിക്കല്ലേ കോൺഗ്രസ്സുകാരാ, ഇങ്ങനെ ഒരു മര്യാദകേട് കാണിക്കല്ലേ. ഇങ്ങനെ ഇച്ചിരിയൊക്കെ സഹിഷ്ണുതയാകെ 19 ദിവസം ആവല്ലേ. നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കില്ലേ ചർച്ചയില്? ഒന്ന് കേൾക്കൂ, ഞാൻ പറയട്ടെ. ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നൊരു MLA പണ്ട് പറഞ്ഞിരുന്നു. താങ്കൾക്കറിയോ?
എത്ര അർദ്ധരാത്രി വിളിച്ചാലും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഫോൺ എടുക്കും, സഖാവ് പിണറായി വിജയൻ ഫോൺ എടുക്കും എന്നൊരു MLA പറഞ്ഞു. എത്ര തിരക്കിലാണെങ്കിലും 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വിളിക്കുമെന്ന് ഒരു MLA പറഞ്ഞു. അത് ഏത് MLA ആണെന്നറിയോ? ഏത് കാര്യത്തിന് വിളിച്ചാലും യെസ് ഓർ നോ മറുപടി ഉണ്ടെന്ന് ആ MLA പറഞ്ഞു പിണറായിയെ കുറിച്ച്. ഏത് കാര്യം പറഞ്ഞാലും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചുകൊണ്ട് തിരിച്ചു വിളിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. ഏത് മുഖ്യമന്ത്രിയാണെന്നറിയോ? സഖാവ് പിണറായി വിജയൻ. അന്ന് ആ MLA ആരാണെന്നറിയോ? ശ്രീ VD സതീശനാണ് MLA. ആ MLA പറഞ്ഞ അവസാനത്തെ ഒരു വാചകമുണ്ട്, എന്തായാലും വിളിച്ചാൽ ഒരു തീരുമാനമുണ്ടാകും. രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നിയ ഒരു ഘട്ടമാണ്. ദേശാഭിമാനി പറഞ്ഞതല്ല, കൈരളി പറഞ്ഞതല്ല, മലയാള മനോരമ അന്നത്തെ MLA VD സതീശന്റെ ഫോട്ടോ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രളയകാലത്തെ അനുഭവം പറഞ്ഞതാ. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ MLA-മാരുടെ പരാതി അവിടെ നിന്നോട്ടെ. നിങ്ങളുടെ ഭരണപക്ഷത്തിന്റെ MLA, കുട്ടനാടിലെ MLA പറഞ്ഞ പരാതിയാണ്, വിളിച്ചാൽ ആരും ഫോൺ എടുക്കില്ല, പ്രതികരിക്കില്ല എന്ന് പറഞ്ഞ്. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം, ജിനീഷ് കുമാർ MLA-ക്കുണ്ടായ അനുഭവം അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷ MLA-മാരെ വിളിക്കേണ്ടതില്ല എന്ന തീരുമാനം അദ്ദേഹത്തിന് കിട്ടുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ആദ്യം ഒരു കാര്യം പറഞ്ഞല്ലോ, രാവിലെ പറഞ്ഞ ഒരു അമ്മ ഉച്ചയ്ക്ക് മാറ്റി പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളാണ് ഇതിന്റെ പിന്നിൽ നിന്ന് പറഞ്ഞു. ആ അമ്മ മൂന്നാമത് ഒരു കാര്യം പറഞ്ഞു, എന്റെ മകൾ ഈ പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്, ആ പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും പറയരുതെന്നാണ് എന്റെ മോള് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ മോൾ എന്നോട് വളരെ ക്രൂരമായി ശരി, അതിപ്പോ ബിജിലിമോനാണെങ്കിലും മോളാണെങ്കിലും അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന ആളുകളെ നമുക്ക് എവിടെ നിന്ന് വിശ്വസിക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് ആ പരാമർശങ്ങളെ നമ്മളിപ്പോൾ എടുക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇടയ്ക്ക് ശ്രീ നിജേഷ് അരവിന്ദ്, ഞങ്ങളുടെ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. ഒറ്റ സെക്കൻഡ്, ഞാനത് ക്രോസ് ചെക്ക് ചെയ്തു. MLA-യോടല്ല ആ കാര്യം പറഞ്ഞത്, MLA-യുടെ കൂടെ വന്ന് ഗുണ്ടായിസം കാണിച്ചവരോടാണ്. ജനപ്രതിനിധിയോടുള്ള ബഹുമാനം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകൻ അവന് നേരെ ഭീഷണി ഉയർത്തുന്ന മറ്റുള്ളവരോട് കാണിച്ചു എന്ന് വരില്ല. അവിടെ വന്ന് പണിയെടുക്കുന്ന ഒരാളെ ഭീഷണിപ്പെടുത്തിയാൽ സ്വാഭാവികമായും ആ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ തീവ്രമായ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങ് ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല, ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് പറഞ്ഞത്. ഞാനിതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം, എങ്ങനെ ജിനീഷ് കുമാറിന്റെ കാര്യം മനസ്സിലാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ടോ എന്നതാണ്. ഇവിടെ കൃത്യമായി അഭിപ്രായം പറയുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് ചങ്ങനാശ്ശേരിയാണ്, ഇത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി അഭിപ്രായം പറയാൻ അനുവദിക്കാതെ ഭീഷണിപ്പെടുത്തി ഓടിക്കാൻ നോക്കുക. അപ്പൊ കൃത്യമായി കളക്ടറേറ്റിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇതാണ് എന്ന് MLA-യോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് റിട്ടേൺ ആയിട്ട് തരണം, അത് വീണ്ടും പറയണമെന്ന് പറഞ്ഞാൽ ആര് പറയാൻ? ഇവിടെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ്, നുണപ്രചരണം തന്നെയാണ്, അപവാദ പ്രചരണം തന്നെയാണ്. തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നറിയില്ലല്ലോ. കാരണം CM-ന്റെ ഓഫീസും ആ പാർട്ടിയെ പ്രതികരിക്കുന്നവരും പറയുന്നു അങ്ങനെ ഒരു നിയമമില്ല എന്ന്, പ്രതിപക്ഷ MLA-മാരെ വിളിക്കേണ്ടതില്ല എന്ന്. പക്ഷെ KU ജനീഷ് കുമാറിന് അദ്ദേഹത്തെ അവഗണിച്ചു എന്ന് തോന്നി അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, ആ വിവാദം അവിടെ തീരില്ലേ? അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കൊച്ചു കുട്ടികൾ വരെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല, ഇന്നലെ കഴിച്ച ബ്രെഡും പഴമുള്ളൂ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറയാണ് ഒരിടത്തും പട്ടിണിയില്ല. അപ്പൊ മുഖ്യമന്ത്രി പറയാണ് ചില ബുദ്ധിമുട്ടുണ്ട്, പരിഹാരം വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ എത്തൂലേ ഭക്ഷണം? ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് എല്ലാ മേഖലയിൽ നിന്നും സഹായങ്ങൾ തേടിയല്ലേ ഈ ദുരന്തത്തെ നമ്മൾ അതിജീവിക്കാറ്? അതേ മഹത്തായ മാതൃകയല്ലേ നമ്മുടെ മുന്നിലുള്ളത്? അപ്പൊ ഈഗോ ആർക്കാ? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ മുഖ്യമന്ത്രിക്കാണ് ഈഗോ. എല്ലാം ഉണ്ടെന്ന് പറയും, പക്ഷെ ഒരിടത്തും ഇല്ല. പല പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ആക്രമിക്കും, അവരെ ഭയപ്പെടുത്തും, നുണ പ്രചരിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അത് മുൻകരുതലെടുക്കുന്ന ഘട്ടം മുതൽ, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന കാര്യം മുതൽ, കേന്ദ്രത്തിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയില്ല എന്ന് കള്ളം പറഞ്ഞ സാഹചര്യം മുതൽ ഓരോന്നെടുത്തു നോക്കിയാലും ഇത്തരത്തിലുള്ള നുണപ്രചരണം നമുക്ക് കാണാം. അതുകൊണ്ട് ചങ്ങനാശ്ശേരിയിലെ ക്യാമ്പിലുണ്ടായ ദുരവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിനാലാണ് ഇത്രമേറെ വലിയ വിവാദങ്ങൾ ഉണ്ടായത്. ഇനി ഒരിടത്തും ഇനി ഒരു ക്യാമ്പിലും അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എവിടെയാണ് പ്രശ്നം, ഏതു ക്യാമ്പിലാണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചത്. ഞങ്ങൾ ആ ക്യാമ്പുകൾ ചൂണ്ടിക്കാണിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. മറ്റ് 2 അതിഥികളിലേക്ക് വരാൻ കഴിഞ്ഞില്ല രണ്ടാം ഇടത്തിൽ, എന്നോട് ക്ഷമിക്കണം. നമുക്കിനി ഡിബേറ്റ് വിത്ത് മാധു സജി.